നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അച്ചീവ്മെൻ്റാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അച്ചീവ്മെൻ്റാണ്. ഇത്രയും നാളത്തെ ഒരു അധ്വാനം ഫലം കണ്ടു എന്ന് വേണമെങ്കിൽ പറയാം. കേരള സർക്കാരാണ് ഇതിനുവേണ്ടി മുൻകൈ എടുത്ത് ഇറങ്ങിയത്. എനിക്ക് തോന്നുന്നു 2022 ലോകകപ്പിന് ശേഷം വലിയ രീതിയിലുള്ള ആരാധക വൃന്ദം കണ്ട് അർജൻറ്റീന ഞെട്ടിയിരിക്കുന്ന സമയത്താണ് അവരൊരു പോസ്റ്റ് ഇടുന്നത് കേരളത്തെ അഭിനന്ദിച്ചുകൊണ്ട്. അപ്പോൾ അതിനുശേഷം എനിക്ക് തോന്നുന്നു അതിൻ്റെ പിൻപറ്റിയായിരിക്കാം ഈ പറയുന്ന പ്രൊസീജിയേഴ്സ് എല്ലാം നടന്നിട്ടുണ്ടാവുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ഇതിനകത്ത് ഇടപെടുന്നത് 2024 ഡിസംബറിലാണ്. എനിക്ക് തോന്നുന്നു അതിന് മുൻപ് ഗവൺമെൻറ് സംസാരിക്കുകയും അതുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അവർക്ക് ഫണ്ടിന് എന്തൊക്കെയോ ഇഷ്യൂ ആയി, ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ വന്നു, അവർക്ക് ക്ലിയറൻസ് കിട്ടിയില്ല. അങ്ങനെ ആകുമ്പോഴാണ് അവർ കുറേ സ്പോൺസേഴ്സിനെ തിരഞ്ഞതിൽ നിന്നായിരിക്കും ഒരാളായിരിക്കും നമ്മളെ കണ്ടെത്തിയിട്ടുണ്ടാകുക. നമ്മളോടൊന്ന് പറഞ്ഞു, സ്പോർട്സ് എന്ന് കേട്ടപ്പോൾ നമുക്കൊരു ആവേശം വരുമല്ലോ, പ്രത്യേകിച്ച് മെസ്സി അർജൻറ്റീന എന്നൊക്കെ പറയുമ്പോൾ ആ ആവേശത്തിൻ്റെ ഭാഗമായി എന്നുള്ളതാണ് സത്യം. പക്ഷേ അതൊരു വലിയ വിജയത്തിലേക്ക് പോയി എന്ന് വേണമെങ്കിൽ പറയാം. ഇടയ്ക്ക് വരില്ല എന്നെങ്കിലും പറഞ്ഞെങ്കിലും വരില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ആവേശം കൂടും, എങ്ങനെയും കൊണ്ടുവരണം എന്ന് പറയുമല്ലോ. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ മല കയറാൻ നിൽക്കുന്ന സമയത്ത് നമ്മളെ കുറേ ആൾക്കാരെ ഒന്നിച്ചായിരിക്കും കയറുന്നുണ്ടാവുക. പകുതിക്ക് നിന്ന് കുറച്ച് കൊഴിഞ്ഞ് അവസാനം മലയുടെ തലപ്പത്തെത്തുമ്പോൾ ഒരാളോ രണ്ടാളൊക്കെ ഉണ്ടാവാറാണ് പതിവ്. അങ്ങനെയാണ് ഇങ്ങനെയുള്ള വലിയ ഇവൻറ്റുകളിലേക്ക് എന്ന് പറയുന്നത്. അർജൻറ്റീന ടീമിനെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചാൽ ഇങ്ങനെയാണ് നമ്മൾ കയറുക. നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ച് കയറി അവസാനം എത്തിക്കഴിഞ്ഞപ്പോൾ ഞാനും സർക്കാർ മാത്രമായി എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ കൂടെയുള്ള നമ്മുടെ കുറച്ച് ആൾക്കാരും കൂടെ ഉണ്ട് എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ വിജയം കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ മലയുടെ മുകളിൽ കയറി കൊടി ഉയർത്തുമ്പോൾ താഴെ ഒരു വലിയ ആരവം കാണുമല്ലോ, ആ ഒരു ഫീല് ഇപ്പോൾ കിട്ടുന്നുണ്ട്. അതാണ് തോന്നുന്നത് ഇപ്പോൾ മേലെ ഇരിക്കുന്ന സമയത്ത്. ഇനി പ്രൊസീജിയർ എങ്ങനെയാണ്? അപ്പോൾ എല്ലാവരും ഓക്കെ എത്തി. ഇനി ആളുകൾ പ്രതീക്ഷിക്കുന്നത് എന്താണ് ഇനി നടക്കാൻ പോകുന്നത്? ഇനി ഷൈജു ദാമോദരൻ പറഞ്ഞാൽ ഇനി നടക്കുന്നത് നിജം എന്ന് പറയാം. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം മെസ്സി വരില്ല എന്നൊരു മൈൻഡ് സെറ്റ് ഞങ്ങൾക്ക് നേരത്തെ ഇല്ല. പക്ഷേ അതിനകത്ത് ചെറിയ സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ അവർ 2026 നമ്മളോട് സമയം ചോദിച്ചു. 25 നമ്മൾ എഗ്രിമെൻ്റ് വെച്ചിരുന്നത്. 26 സമയം ചോദിച്ചപ്പോൾ നമ്മൾ ബ്ലാങ്കായി. നമുക്ക് മനസ്സിലായില്ല എന്തുകൊണ്ടാണ് 26 സമയം ചോദിക്കുന്നത് എന്നുള്ളത്. അന്നേരം ഞാൻ വിചാരിച്ചിട്ടില്ല ഒരിക്കലും ഇങ്ങനെ അർജൻറ്റീന പോലത്തെ ഒരു ടീം, മെസ്സി പോലത്തെ ഒരു കളിക്കാരൻ്റെ അടങ്ങുന്ന ഒരു ടീം ഒരിക്കലും നമ്മളോട് വരില്ല എന്നുള്ളൊരു പ്രശ്നം വരുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷേ എന്തുകൊണ്ട് 26 എന്നുള്ളത് ചൂസ് ചെയ്തത്? കാരണം ലോകകപ്പിന് ശേഷമാണല്ലോ പറയുന്നത്. അന്നേരം എല്ലാ മാധ്യമങ്ങളും പോലെ നമ്മളും ടെൻഷനായി എന്നുള്ളത് ശരിയാണ്. പക്ഷേ അന്നേരം എനിക്ക് ഉറപ്പുണ്ടായിരുന്നു മെസ്സി വരും എന്നുള്ളത്. കാരണം അവർ വരില്ലെങ്കിൽ വരില്ല എന്നാണല്ലോ പറയുക, ഞങ്ങൾ വരുന്നില്ല, കേരളത്തിലേക്കില്ല. അവരെ സംബന്ധിച്ച് അത്രയും വലിയ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലേക്ക് ഇല്ല എന്ന് അവർ ഡിസൈഡ് ചെയ്താൽ ഇല്ല എന്ന് തന്നെയാണ്. പക്ഷേ അത് കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമായതുകൊണ്ടും ഗവൺമെൻറ് ലക്ഷ്യമായതുകൊണ്ടും അതിൽ മാക്സിമം ട്രൈ ചെയ്തു, വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനി എന്തെന്ന് ചോദിച്ചാൽ ഇനി അവർ വരാൻ തീരുമാനിച്ചു, മെസ്സി അടക്കമുള്ള അർജൻറ്റീന ടീം വരാൻ തീരുമാനിച്ചു. ഇനി എന്താണെന്ന് പറയുക, ഇത് ആഘോഷമാക്കുക എന്നുള്ളതാണ്. ഞാൻ രാവിലത്തെ ഇതിൽ അരുൺ സാറോട് പറയുമായിരുന്നു, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു രാജ്യം, ഇന്ത്യ പോലത്തെ ഒരു രാജ്യം, ഇത്രയേറെ ജനസംഖ്യയുള്ള ഒരു രാജ്യത്തുനിന്ന് ഒരു കളി ടീമിനെ പോലും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്ര ഒരു നല്ല കാര്യമായിട്ട് ഞാൻ വിചാരിക്കുന്നത്. ഫുട്ബോൾ പോലെ ഒരു സംവിധാനത്തിനകത്ത് ഒളിമ്പിക്സും ഫിഫ വേൾഡ് കപ്പുമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ആരാധക വൃന്ദവും ജനങ്ങൾ നെഞ്ചിലേറ്റുന്ന 2 ഇവൻ്റ് എന്ന് പറയുന്നത്. അതിനകത്ത് ഒരു ഇവൻറ്റിൽ നമുക്ക് ഇത്രയും വലിയ രാജ്യത്ത് 100 കോടിയിലധികം 130 കോടിയിലധികം ജനങ്ങളുള്ള ഒരു രാജ്യത്ത് ഒരു 11 പേരുടെ ടീമിനെ ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അതുണ്ടാക്കുന്ന മാനക്കേട് ചെറുതല്ല. അത് കേരളത്തിൽ നിന്ന് തുടങ്ങണമെന്നാണ് ഞാൻ എപ്പോഴും പറയാറ്. കേരളം എല്ലാത്തിനും മാതൃകയാണ് അല്ലേ. നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തം നാടാണ്, നമ്മൾ സൗഹാർദ്ദത്തിൻ്റെ കാര്യം സ്വന്തം നാടാണ്, നമുക്ക് രാഷ്ട്രീയത്തിൽ അടിയുണ്ടെങ്കിലും നമ്മളൊരു കാര്യം വന്നാൽ ഒറ്റക്കെട്ടാണ്, നമുക്ക് ദുരന്തം ഉണ്ടായാൽ നമ്മൾ ഒറ്റക്കെട്ടാണ്, എല്ലാത്തിനും നമ്മൾ മാതൃകയാണ്. ടൂറിസത്തിൽ നമ്മൾ മാതൃകയാണ്, നമ്മൾ സ്പോർട്സിൽ മാതൃകയാവണം. സ്പോർട്സിൽ മാതൃകയാണ് ഈ ചിലി, പിന്നെ അർജൻറ്റീന, ബ്രസീൽ എന്നൊക്കെ പറഞ്ഞത്. അർജൻറ്റീനൻ്റെ ജനസംഖ്യ എന്ന് പറയുന്നത് 4 കോടി ജനസംഖ്യയാണ്. കേരളത്തിലെ ജനസംഖ്യയുള്ളൂ, അത്ര തന്നെ വലിപ്പം, കുറച്ച് വലിപ്പം കൂടുതലുണ്ട്. പക്ഷേ ജനസംഖ്യ നോക്കും 4 കോടി ജനസംഖ്യയുള്ളത് 1ാം സ്ഥാനത്ത് അവിടെ നിൽക്കണം. നമുക്ക് 1ാം സ്ഥാനത്തൊന്നും വേണ്ട, നമുക്ക് ആ ടീമിൽ കയറി നമുക്ക് ഒരു ദിവസമെങ്കിലും കളിക്കാൻ കഴിയണം. നമ്മുടെ ലൈഫിൽ അത് കാണാൻ പറ്റണം. നമ്മുടെ ടീം ലോകകപ്പിൽ കളിക്കുന്നത് നമുക്ക് കാണാൻ കഴിയണം. അങ്ങനെ ഒരു ടീമിനെ ചെയ്യാന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ചെയ്യുന്ന പറഞ്ഞാൽ കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കെല്ലാം ആവേശം കൊടുക്കണം.
വലിയ രീതിയിലുള്ള ആവേശം വരണം. ചെറിയ രീതിയിലുള്ള ആവേശം കൊണ്ട് നമുക്ക് എന്താണ് ഒരാൾക്ക് ഞാൻ ആരാകണം എന്ന് ചിന്തിക്കുന്നത് എങ്ങനെയായിരിക്കും? ഞാൻ ആരാകണമെന്ന് ചിന്തിക്കുന്നത് ഏതെങ്കിലും ഒരു വലിയ ആളെ കണ്ടിട്ടായിരിക്കും. എപ്പോഴും അങ്ങനെയാണല്ലോ. നമ്മൾ ചെറുപ്പത്തിൽ 1ാം ക്ലാസ്സിൽ 2ാം ക്ലാസ്സിൽ നീ ആരാന്ന് ചോദിച്ചാൽ ഞാൻ പെട്ടെന്ന് പോലീസ് ആവണം എന്ന് പറയും. ചിലപ്പോൾ ചിലർ എനിക്ക് വണ്ടി ഓടിക്കുന്നത് കണ്ടാൽ എനിക്ക് ഡ്രൈവർ ആവണമെന്ന് പറയും. പക്ഷേ അതായിരിക്കില്ല ഭാവിയിൽ അവൻ ചിന്തിക്കുക. സ്പോർട്സിന് അങ്ങനെയല്ല. സ്പോർട്സിൽ ചെറുപ്പം തുടങ്ങിയത് തീരുമാനിക്കണം ആരാവണം എന്ന് തീരുമാനിക്കുക. അതിന് ഒരാളെ കാണിച്ചു കൊടുക്കണം. ആ ആളെ നമ്മൾ കേരളത്തിൽ കൊണ്ട് കാണിച്ചു കൊടുക്കും. ഇതാണ് ഫുട്ബോളിൻ്റെ മിശിക. ഇദ്ദേഹത്തെ കണ്ട് നിങ്ങൾ പഠിച്ചോളൂ. ഇദ്ദേഹം കളിക്കുന്നത് നിങ്ങൾ കാണണം. ഇദ്ദേഹം എത്തിപ്പെട്ട സ്ഥലം നിങ്ങൾ ആലോചിക്കണം. നിങ്ങൾ ലോകത്ത് ഇത്രയും ലോക നേതാക്കന്മാർക്ക് ഇത്രയും ആരാധകരില്ല കേട്ടോ. ഒരു ലോക നേതാക്കൾ ഇത്ര ആരാധകരിക്കില്ല. അത്രയധികം ആരാധകരുള്ള ഒരു ആളെ കാണിച്ചു കൊടുത്തിട്ട് നമ്മുടെ കുട്ടികളോടും നമ്മുടെ വിദ്യാർത്ഥികളോടും പറയാൻ പറ്റണം, ഇതുപോലെ നിങ്ങൾ കയറി വരണം. അതിന് സർക്കാർ എടുത്തൊരു എഫേർട്ട് ഉണ്ടല്ലോ, അത് അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. പൈസ കൊടുത്ത് എല്ലാം നേടാമെന്ന് വിചാരിക്കുക വേണ്ട. പൈസ കൊടുത്താൽ കിട്ടാത്ത കാര്യങ്ങളാണ് 99.99%. 0.1% ചിലപ്പം പൈസ കൊടുത്താൽ കിട്ടുന്നുണ്ടാവുള്ളൂ. ഞാൻ ഈ അർജന്റീന ടീമിൻ്റെ കാര്യത്തിലും അതാണ് വിചാരിക്കുന്നത്. പൈസ കൊടുത്ത് കിട്ടിയ സാധനം അല്ല അത്. പൈസ കൊടുത്താൽ അങ്ങനെ ഒരു സംവിധാനം നടക്കില്ല. ലോകരാജ്യങ്ങൾക്ക് ചൈനയ്ക്ക് പൈസ ഇല്ലാത്തതുകൊണ്ടല്ലോ, ഖത്തറിന് പൈസ ഇല്ലാത്തതുകൊണ്ടല്ലോ, സൗദിക്ക് പൈസ ഇല്ലാത്തതുകൊണ്ടല്ലോ, ദുബായിക്ക് പൈസ ഇല്ലാത്തതുകൊണ്ടല്ലോ, ഇവർക്ക് ആർക്കും അർജന്റീന ടീമിനെ കൊണ്ടൊന്ന് കളിക്കാൻ ആഗ്രഹമില്ലാത്തവരും അല്ലല്ലോ, അവിടെ സ്പോൺസർമാർക്ക് ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ലോ. പക്ഷേ ഇന്ത്യയിലേക്ക് വന്നു. അതൊരു ദൈവമായിട്ട് ഞാൻ കാണുന്നത്. അതിൻ്റെ ഒരു ഭാഗമാക്കാൻ പറ്റി. അതിനകത്ത് നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന എൻഡ് വരെ നമ്മൾ എത്തി എന്നുള്ളതാണ്. ഞാൻ വയനാട്ടിൽ ജനിച്ച ആളാണ്. കേരളത്തിലെ തന്നെ ഒരു മൂലയ്ക്ക് ഉള്ള ഒരാളാണ്. ഇവിടുന്ന് നമ്മൾ അർജൻറ്റീനയിൽ പോയി ഫിഫയായിട്ട് മീറ്റിംഗ് നടത്താൻ നമ്മളെ കൊണ്ടുപോയി. ഇനീഷ്യേറ്റീവ് സർക്കാരിൻ്റെ ഭാഗത്താണെങ്കിൽ കൂടെ നമുക്ക് മീറ്റിങ്ങുകൾ എടുക്കാൻ കഴിഞ്ഞു. അതിൻ്റെ അകത്തൊരു നടക്കോ ഇല്ലയോ എന്നുള്ളൊരു സന്ധിയിലെത്തിക്കഴിഞ്ഞ സമയത്ത് അതിനിടപെട്ട് തീരുമാനം എടുക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞു. അങ്ങനെ വലിയ മാറ്റങ്ങൾ നമ്മളെ സംബന്ധിച്ചു. അപ്പോൾ ഒരാൾ സ്വപ്നം കണ്ടത് നടപ്പിലാക്കാം എന്ന് വിചാരിക്കുന്ന ലെവൽ വരെ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അത്രയൊരു ലെവലിലേക്ക് എത്തുമ്പോൾ ഇനി കേരളത്തിൽ കളി വന്നു. കേരളത്തിൽ വന്ന് കഴിഞ്ഞാൽ ഇനിയൊരു 60 ദിവസമായി ഞാൻ കാണുന്നുള്ളൂ. ഈ 60 ദിവസം ആഘോഷമായിരിക്കണം. ഇത്രയും വലിയൊരു ആഘോഷം ഇനി കേരളം കാണാൻ പാടില്ല, ഇന്ത്യ കാണാൻ പാടില്ല എന്ന് ഞാൻ പറയാം. മുക്കിലും മൂലയിലും ഉണ്ടാകണം. ഞാനത് SFI DYFI KSU എന്നുള്ളതല്ല. കേരളത്തിലുള്ള വിദ്യാർത്ഥികളും യുവജന സംഘടനകളും സ്കൂളുകളും കോളേജുകളും ക്ലബ്ബുകളും രാഷ്ട്രീയ പാർട്ടികളും സർക്കാർ സ്ഥാപനങ്ങളും എല്ലാം ഇറങ്ങി പോകണം. അവർക്കൊരു കോൺട്രിബ്യൂഷൻ ഈ കേരളത്തിലെ കുട്ടികൾക്ക് വേണ്ടി കൊടുക്കാൻ കഴിയണം. ഒരാൾക്ക് ഒരു കോൺട്രിബ്യൂഷനും കൊടുക്കാൻ കഴിയണം. ഇതൊരു ആവേശമാണ്. അടുത്ത വർഷം നമ്മൾ അങ്ങോട്ട് പോയി നിങ്ങൾ വരുമോ എന്നൊരു ടീമിനോട് ചോദിക്കരുത്, അവരിങ്ങോട്ട് പറയണം ഞങ്ങൾ കേരളത്തിലേക്ക് കളിക്കാൻ വരുന്നുണ്ട് എന്നുള്ളത്. ഇന്റർ മിയാമിയിലൊക്കെ പോയി നമ്മൾ മെസ്സി അടക്കുന്ന ക്ലബിൻ്റെയൊക്കെ കളി കാണുമ്പോൾ ചെറിയ കളികളാണ്, പക്ഷേ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന കളികളാണ്. അങ്ങനെയുള്ള കളികൾ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയണം. അങ്ങനെ കൊണ്ടുവരാൻ പറ്റുന്ന ടീമിനെ നമുക്ക് ഉണ്ടാക്കിയിടണം. അതിനനുസരിച്ചിട്ടുള്ള ഒരു വലിയ രീതിയിലുള്ള പ്രൊപ്പഗൻഡ ഇവിടെ ഉണ്ടാവണം. അതിന് വലിയ രീതിയിലുള്ളൊരു മാമാങ്കം നടക്കണം. പോയിൻ്റ് ബൈ പോയിൻ്റാണ് ഞാൻ പറയുന്നത്. ഓരോ അങ്ങാടിയിൽ നടക്കണം. അങ്ങനെ ഒരു പ്ലാൻ എൻ്റെ മനസ്സിലുണ്ട്, സർക്കാരിൻ്റെ മനസ്സിലുണ്ട്. നടപ്പിലായാൽ വലിയ ചരിത്രമാവും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം.